1973 മുതൽ ഈ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 973 മുതൽ ഈ കാലം വരെ ഞാൻ ഇവരോട് ലഘുവായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഈ 6 പതിറ്റാണ്ട് കാലത്തെ നിങ്ങളുടെ ഈ പാർലമെന്ററി പ്രവർത്തനത്തിനിടയിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിനകത്ത് നിങ്ങൾക്ക് എടുത്തു കാട്ടാൻ പറ്റുന്ന ഒരു സിഗ്നേച്ചർ പ്രോജക്ടിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയും? ഇനി ഞാനൊരു കാര്യം ചോദിക്കാം. മുഹമ്മദ് പ്രിയപ്പെട്ട നവാസ് ഈ കണക്ക് പറയുമ്പോൾ കണക്ക് ലേശം കൃത്യതയോടുകൂടി പറയണം. ET മുഹമ്മദ് ബഷീർ MP-ക്ക് ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ച 17 കോടി രൂപയിൽ ഇതുവരെ റിലീസ് ചെയ്യപ്പെട്ട തുക 7 കോടി രൂപയാണ്. സമദാനിക്ക് അനുവദിക്കപ്പെട്ട 12 കോടിയിൽ ഇതുവരെ റിലീസ് ചെയ്യപ്പെട്ടത് 12 കോടി രൂപയാണ്. 2 കോടി വെറും 2 കോടി രൂപയാണ്. ഞാൻ പറയുന്നത് ഞങ്ങള് 28 കോടി രൂപയുടെ പ്രപ്പോസൽ കള്ളക്കണക്ക് കൊണ്ടുവന്ന് പൂർത്തീകരിച്ചതും ബാക്കി പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നതും ഒന്ന് ഈ രണ്ടുപേരോട് കൂടിയുള്ള ചോദ്യമാണ്. ഇപ്പൊ ആഷ്മി നേരത്തെ ചോദിച്ചു 23 കക്ഷികൾ കൂടിയിട്ട് ഒരു റാലി നടത്തിയതിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ആരാണ് ഇതിന് പരാതി കൊടുത്തത്? കോൺഗ്രസ് ആണ് കൊടുത്തത്. അല്ലാന്ന് മുസ്ലിം ലീഗുകാരന് പറയാൻ പറ്റുമോ? കോൺഗ്രസ്സുകാരന് ഡൽഹിയിൽ മദ്യനയ അഴിമതി കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് കോൺഗ്രസ് ആണ്. എന്നിട്ട് ഇന്നലെ പോയിട്ട് കേജ്രിവാളിനെ എന്ത് ചെയ്യരുത്? ചോദിച്ചു തന്നെയാണ് പറഞ്ഞത്. 2 കഴിഞ്ഞ 10 വർഷത്തെ വികസനം നോക്കൂ, അങ്ങോട്ട് നോക്കൂ. NH-66 എത്ര സ്പീഡിലാണ് പോണത്. ഇതാ ഇവിടെ മത്സ്യസമ്പദ് യോജന, വൃക്ക രോഗികൾക്കുള്ള ഡയാലിസിസ് കേന്ദ്രം. മുനിസിപ്പാലിറ്റിയിൽ മാത്രം 5 വിദ്യാലയങ്ങൾ പദ്ധതിയിൽ കിട്ടി. വാരി കോരി കൊടുത്തിരിക്കുക ഈ സംസ്ഥാനത്തിന്. ഇഷ്ടം പോലെ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം തിരൂരും കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ ഒരു കല്ല് വെച്ച് വികസിപ്പിച്ചത് ഈ ഗവൺമെന്റ് വന്നിട്ടാ. ആദ്യത്തെ ഒരു കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം. തിരൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ കൂകിപ്പായുന്ന തീവണ്ടികളിൽ 22 എണ്ണത്തിന് ഇവിടെ സ്റ്റോപ്പ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ പാർട്ടി ഈ കഴിഞ്ഞ 10 വർഷം മുമ്പ് മോദി വരുന്നതിന് മുമ്പ് ഈ 22 ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ഉണ്ടോ? നിർത്തിയോ? മൂന്ന് പ്ലാറ്റ്ഫോമുകളെ കൂട്ടിമുട്ടിക്കുന്ന ഒരു മേൽപ്പാലം പോലും ഇതുവരെ പൂർത്തീകരിക്കാൻ MP ആയിരുന്ന ആളുകൾക്ക് ഈ തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ ഈ കേരളത്തിലെ ഏറ്റവും പൊട്ടൻഷ്യലുള്ള റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി ഈ ഇന്ത്യൻ പാർലമെന്റിൽ 269 ചോദ്യങ്ങൾ ചോദിച്ചു എന്നവകാശപ്പെടുന്ന ET മുഹമ്മദ് ബഷീറിന്റെ പാർലമെന്റ് റെക്കോർഡിൽ സ്വന്തം മണ്ഡലത്തിലെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷന്റെ ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ചർച്ചയിലേക്ക് വരും ആശ്മി, ഈ ചർച്ചയിലേക്ക് വരും. മറുപടി പറയണ്ട.
ഞാൻ വരാം ഉറപ്പായി വരും. ഞാൻ ഈ ചർച്ചയിലേക്ക് വരുമ്പോ എന്റെ പാനലിസ്റ്റ് ആരൊക്കെയാണെന്ന് അന്വേഷിച്ചു. അപ്പൊ ഇദ്ദേഹം എന്റെ സുഹൃത്ത് ഇവിടുത്തെ കൗൺസിലറാണ്, പൊന്നാനിക്കാരനാണ്, ഇവിടുത്തെ മന്ത്രിയുടെ പി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ വളരെ ദുർബലമായ ഒരു വാദം, 22 ട്രെയിനുകൾ തിരുവിൽ നിർത്തുന്നില്ല എന്നാണ്. ഏതാ 22 ട്രെയിൻ എന്നറിയോ? 11 ട്രെയിൻ അങ്ങോട്ടും അതേ ട്രെയിൻ തിരിച്ചു പോകുമ്പോൾ അടക്കം 22. ഇത്ര വലിയ മണ്ടത്തരം ഒരു ചാനൽ ചർച്ചയിൽ വന്ന് വിളിച്ച് പറയാൻ പാടുണ്ടോ? ഈ മണ്ടത്തരം അതേ പറ്റൂ, ഇനി അങ്ങനെ പറഞ്ഞേ പറ്റൂ. ഇനി ഞാൻ പറയാം, എന്റെ സമയം ഒന്ന് പറയട്ടെ. ഈ 11 ട്രെയിനുകൾക്ക് അപ്പുറത്തേക്ക് 12ാമത്തെ ഒരു ട്രെയിൻ ഇദ്ദേഹം ഇവിടുന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ ചർച്ച വെച്ച് മാപ്പ് പറയാൻ തയ്യാറാണ്. ഒന്ന് പറയട്ടെ, 12 ഒന്ന് പറയട്ടെ, ഒന്ന് പറയാൻ പറ്റുമോ? എന്നോട് കഴിയട്ടെ. ഇനി ഞാൻ പറയുന്നു, ഞാന് ഇവിടെ 22 ട്രെയിൻ നിർത്താതെ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 11 ട്രെയിൻ അങ്ങോട്ടും 11 ട്രെയിൻ ഇങ്ങോട്ടും. അതിന്റെ പേര് എന്നോട് പറയാനാ പറഞ്ഞത്. ആ ലിസ്റ്റ് പോലും കയ്യിൽ, അത് ഏർപ്പാടിൽ നിൽക്കരുത് കേട്ടോ. ഒരു ലിസ്റ്റ് പോലും കയ്യിൽ നിൽക്കരുത്. അത് എന്റെ പണിയല്ല, എന്റെ ആരോപണമല്ല. അവനവന്റെ ആരോപണത്തിന് അവനവൻ ഉത്തരം കണ്ടെത്തണം. ആ ആരോപണ ഉത്തരം കണ്ടെത്തുന്ന പണി എന്റേതല്ല. നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, നിങ്ങളുടെ കയ്യിലുണ്ടെ പറ, ഞാൻ പറയാം. MP ഇടപെട്ട് തിരൂർ സ്റ്റേഷനിൽ നിർത്തിയിട്ടുള്ള, ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറയട്ടെ. MP ഇടപെട്ട് എത്ര ട്രെയിൻ സമ്മതിച്ചോ? 11 പകുതി പണി കഴിഞ്ഞ 11 സമ്മതിച്ചല്ലോ. അതെ, ഒരു ചർച്ചയ്ക്കിടയിൽ സമ്മതിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് ഈ തെരഞ്ഞെടുപ്പിന് വിജയം ഞങ്ങൾ കണക്കാക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, എന്നോട് ചോദിച്ചു ഇടപെട്ട ട്രെയിനുകളുടെ പേരേതാണ്, MP ഇടപെട്ട് നിർത്തിയ ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറയാം, പരപ്പനങ്ങാടിയിൽ യശ്വന്ത്പൂർ എക്സ്പ്രസ് MP യുടെ കത്തുണ്ട്, നിങ്ങൾ പരിശോധിക്കുക. മറ്റൊന്ന്, തിരൂരിൽ വന്ദേ ഭാരത് എല്ലാവരും കണ്ടതാ ചിത്രം, MP പോയിട്ട് കൊടുത്തത്, ഞങ്ങൾ കൊടുത്തതാ. കൊച്ചുവേളി അമന്തി ചണ്ഡീഗഡ് എക്സ്പ്രസ്, ഞാൻ പറയട്ടെ, നിങ്ങൾ പറയട്ടെ, കൊച്ചുവേളി തിരൂരിൽ നിർത്തിയത്, തിരുനെൽവേലി ജഹാംഗീർ എക്സ്പ്രസ് തിരൂരിൽ നിർത്തിയത്, മെമു എക്സ്പ്രസ് നിർത്തിയത്, ഇതൊക്കെ നിർത്തുന്നുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഇതിലിപ്പോഴേ ഈ ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനം നടക്കൽ തുടങ്ങിയിട്ട് കുറെ കാലമല്ലോ. കഴിഞ്ഞ 10 കൊല്ലമായി നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുകയാണ്. അതിനു മുന്നേ ഈ അഹമ്മദ് സാഹിബ് പൊന്നാനിയിൽ നിന്ന് ലോക്സഭാ എം പി ആയി ജയിച്ച് റെയിൽവേ മന്ത്രിയായി. അന്ന് ഈ വണ്ടി ഒന്നും നിന്നിട്ടില്ല. 40 ദിവസം ചർച്ച ചെയ്ത് 40 ദിവസം 42 ട്രെയിൻ ഒരു 40 ദിവസം കൊണ്ട് 42 ട്രെയിൻ നിർത്തിയ ഇന്ത്യയുടെ ചരിത്രം. നിങ്ങൾ ഞാൻ ഉണ്ടാക്കും. നമ്പർ ഒന്നും വേണ്ട. അല്ല പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ പറയാം. അല്ല പറഞ്ഞു പൂർത്തിയാക്കട്ടെ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ റെയിൽവേ മേഖല നടപ്പിലാക്കിയ വികസനത്തിന്റെ നേട്ടം ലീഗിന്റെ ആയിരുന്നുവെങ്കിൽ ലീഗിന്റെ MP അവര് ഭരിക്കുന്ന കാലത്ത് ആ നേട്ടം ഉണ്ടാക്കണം. നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷൻ പോയി നോക്ക്, തിരൂര്. നിങ്ങൾ കുറ്റിപ്പുറം പോയി നോക്ക്, നിങ്ങൾ പരപ്പനങ്ങാടി പോയി നോക്ക്. 50 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. പോയി നോക്ക്. എന്തേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല? എന്തേ ലീഗിന് പറ്റിയില്ല? എന്തേ UPA ക്ക് പറ്റിയില്ല? നമ്മൾ കൂടുതൽ ചർച്ചകളിലേക്ക് ട്രെയിനിൽ മാത്രം